നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം ഈസ് സെയിം, പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും മെഷീൻ ഡിഫറെന്റ് ആണ്. യു ഹാവ് എ ബൂട്ടിക്, യു ഹാവ് എ മൊബൈൽ ഷോപ്പ്, യു ഹാവ് എഡ്ടെക്, യു ഹാവ് ഫാമിംഗ്, യു ഹാവ് ആയുർവേദ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെ? നിങ്ങളുടെ എല്ലാം വണ്ടികൾ വേറെയാണ്, അല്ലെങ്കിൽ എഞ്ചിൻ വേറെയാണ്, മെഷീൻ വേറെയാണ്, പക്ഷെ ഡ്രീം ഈസ് സെയിം, അല്ലെ? അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എഞ്ചിൻ, ആ മെഷീനിനെ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ഫ്രീഡം കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യണം. അതിനെയാണ് ഞാൻ അൾട്ടിമേറ്റ് ഫ്രീഡം മെഷീൻ എന്ന് പറയുന്നത്. എന്താണ് അൾട്ടിമേറ്റ് ഫ്രീഡം മെഷീൻ? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഈ അൾട്ടിമേറ്റ് ഫ്രീഡം മെഷീൻ? ഐ വാണ്ട് യു ടു സ്പീക്ക്. നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ അൾട്ടിമേറ്റ് ഫ്രീഡം മെഷീൻ എന്തായിരിക്കും? മെഷീൻ എനിക്ക് മനസ്സിലായില്ല. മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എഡ്ടെക് കമ്പനി, അതാണ് നിങ്ങളുടെ ഫ്രീഡം മെഷീൻ. ആ എഡ്ടെക് കമ്പനി ഓപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ സക്സസ് പാരാമീറ്റേഴ്സ് എന്താണോ, ഫിനാൻഷ്യൽ ഫ്രീഡം, വാട്ട് എവർ ഇറ്റ് ഇസ്, ടൈം, അതെല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്ത് തരുന്ന ഒരു മെഷീനാണത് നിങ്ങളുടെ എഡ്ടെക് കമ്പനി. മനസ്സിലായോ? അപ്പോൾ ഈ ചോദ്യത്തിന്റെ റെലവൻസ് എന്താ വെച്ചാൽ, എനിക്കിപ്പോൾ 3 ബിസിനസ് ഉണ്ട്. ഈ 3 ബിസിനസ്സും എന്നെ സംബന്ധിച്ച് ഫ്രീഡം മെഷീൻ അല്ല. 2 കമ്പനി എന്നെ സംബന്ധിച്ച് കണ്ടിന്യൂസ് എഫേർട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ 3ാമത്തെ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് ഫ്രീഡം തരാൻ പറ്റും. ഇപ്പൊ ഞാൻ ട്രെയിനിങ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ച് ഫ്രീഡം ബിസിനസ് അല്ല. കാരണം ഞാൻ വർക്ക് ചെയ്യണം, എനിക്ക് എന്റെ സബ്ജക്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് എന്റെ കോർ സ്കിൽ അല്ലേ. അപ്പൊ അവിടെ എനിക്ക് ഫ്രീഡം കിട്ടില്ല, ഞാൻ തന്നെ പണിയണം. അപ്പൊ അതെന്നെ സംബന്ധിച്ച് ഫ്രീഡം മെഷീൻ അല്ല, പക്ഷെ ഫ്രീഡം മെഷീൻ തരാൻ പറ്റുന്ന ബിസിനസ് എനിക്കുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ബിസിനസിനെ കുറിച്ച് ആലോചിക്കണം. എന്നെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആകാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്രീഡം മെഷീനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതായിരിക്കണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ.